ഇന്ന് പരിചയപ്പെടുത്തുന്നത് പുതിനയില ചമ്മന്തിയാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ ഇത് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കുക. ചെറിയ ബ്രൗൺ കളറിൽ ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ജീരകം ചേർക്കുക. ഒരു 7-8 അല്ലി കൊച്ചുള്ളി ചേർക്കുക. 2 അല്ലി വെളുത്തുള്ളി ചേർക്കുക. ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുക. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കുക. ഇതിലേക്ക് നമുക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് എടുക്കുന്നത്, അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കാം. പുതിനയിലയുടെ ചെവ വലുതായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലോ അത് വലുതായിട്ട് ഇഷ്ടമല്ലാത്തവർക്കോ കുറച്ചും കൂടെ തേങ്ങ ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയാൽ മതി. വാങ്ങാൻ നേരം കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കും. ഇനി അരയ്ക്കാൻ നേരം നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് അടിച്ചെടുക്കാം. വെള്ളം തോനെയായി പോകരുത്. കടുകും വറുത്തിട്ട് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ലൂസാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ ഒരു പരുവം മതി. ഇത് ചോറിനായാലും ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ നല്ലൊരു ചമ്മന്തിയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കളർ കിട്ടും, നല്ലൊരു ചെറിയ പച്ച കളർ പോലെ. ഞാൻ കുറച്ചേ പുതിനയില ചേർത്തുള്ളൂ. പുതിനയിലയുടെ കുത്ത് വരുമ്പം ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പം നമ്മുടെ പുതിനയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.